ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റിസർച്ച് മെത്തഡോളജിയുടെ മൊഡ്യൂൾ 1ൻ്റെ പാർട്ട് 2 ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതോട് കൂടിയിട്ട് മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്ക് നോക്കാം. അപ്പം നോക്കുക, സ്റ്റെപ്സ് ഇൻ സോഷ്യൽ റിസർച്ച് അല്ലേ. അതായത് ഡോക്ടർ പ്രഭാത് പാണ്ഡെയുടെയും അതുപോലെ തന്നെ ഡോക്ടർ മീന മിശ്ര പാണ്ഡെയുടെയും പുസ്തകമായിട്ടുള്ള റിസർച്ച് മെത്തഡോളജി ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്നതിൽ സോഷ്യൽ റിസർച്ചിൻ്റെ ഈ ഘട്ടങ്ങളെ കുറിച്ചിട്ട് പറയണത് അല്ലേ. ആരതൊക്കെയാണ്? ഡോക്ടർ പ്രഭാത് പാണ്ഡെയുടെയും അതുപോലെ തന്നെ ഡോക്ടർ മിശ്ര പാണ്ഡെയുടെയും ബുക്കാണ് ഇത് റിസർച്ച് മെത്തഡോളജി ടൂൾസ് ആൻഡ് ടെക്നിക്സ്. ആ ഒരു ബുക്കിലാണ് ഈ സോഷ്യൽ റിസർച്ചിൻ്റെ ഈ 11 ഘട്ടങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം അല്ലേ, അതായത് ഗവേഷണ പ്രശ്നം രൂപപ്പെടുത്തൽ. രണ്ടാമത്തത് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ, വിപുലമായിട്ടുള്ള സാഹിത്യ സർവേ. മൂന്നാമത്തത് ഡെവലപ്പിംഗ് ദ റിസർച്ച് ഹൈപ്പോത്തസിസ് അല്ലേ, ഗവേഷണ സിദ്ധാന്തം വികസിപ്പിക്കൽ. നാലാമത്തത് പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈന്, ഗവേഷണ രൂപരേഖ തയ്യാറാക്കൽ. അഞ്ചാമത്തത് ഡിറ്റർമൈനിങ് ദ റിസർച്ച് ഡിസൈന് അല്ലേ, ഗവേഷണ രൂപരേഖ നിർണ്ണയിക്കുക. ആറാമത്തത് എന്താ പറയുന്നത്, കളക്ടിങ് ദ റിസർച്ച് ഡാറ്റ, ഗവേഷണ ഡാറ്റ ശേഖരിക്കുക. ഏഴാമത്തത് എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊജക്റ്റ്, പദ്ധതിയുടെ നിർവഹണം. എട്ടാമത്തത് എന്താണ് പറയുന്നത്, അനലൈസ് ഓഫ് ഡാറ്റ അല്ലെ, ഡാറ്റയുടെ വിശകലനം അല്ലെങ്കിൽ വിവരശേഖരണം. ഒമ്പതാമത്തത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് അല്ലേ, അതായത് പരികൽപ്പനയുടെ പരിശോധന. പത്താമത്തത് ജനറലൈസേഷൻ ആൻഡ് ഇൻ്റർപ്രട്ടേഷൻ അല്ലേ, സാമാന്യവൽക്കരണവും വ്യാഖ്യാനവും. 11ാമത്തത് പ്രിപ്പയറിംഗ് ഓഫ് ദ റിപ്പോർട്ട് ഓർ പ്രസൻറ്റേഷൻ ഓഫ് ദ റിസൾട്ട് അല്ലെ, റിപ്പോർട്ട് തയ്യാറാക്കുക അല്ലെങ്കിൽ ഫലത്തിൻ്റെ അവതരണം. അപ്പോൾ ഇങ്ങനെ 11 സ്റ്റെപ്പുകളാണ് സോഷ്യൽ റിസർച്ചിന് വരുന്നത്. ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം അല്ലേ. എന്താ അതിൽ പറയണത്, അതായത് ഗവേഷകൻ ആദ്യം അന്വേഷിക്കുന്ന വിഷയത്തിൻ്റെ പൊതു താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു ഗവേഷണ പ്രശ്നം തിരഞ്ഞെടുക്കണം അല്ലേ. ഗവേഷകൻ ആദ്യം എന്ത് ചെയ്യണം, അന്വേഷണ വിഷയത്തിൻ്റെ പൊതു താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു ഗവേഷണ പ്രശ്നം തിരഞ്ഞെടുക്കണം. അതുപോലെ സാഹചര്യം നിരീക്ഷിക്കുകയും പ്രശ്നം മനസ്സിലാക്കുകയും ചെയ്യുക അല്ലേ. സാഹചര്യം എന്ത് ചെയ്യുക, നിരീക്ഷിക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ അത് മനസ്സിലാക്കുകയും ചെയ്യുക അല്ലേ. അതായത് ഒബ്സർവേഷൻ ദ സിറ്റുവേഷൻ ആൻഡ് സെൻസിങ് ദ പ്രോബ്ലം. അതുപോലെ തന്നെ സാമൂഹിക ചുറ്റുപാടിൽ പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ സാഹചര്യം നിരീക്ഷിക്കുകയും പ്രശ്നം മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ആദ്യ നടപടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രശ്നത്തിൻ്റെ തിരിച്ചറിയൽ, അതുപോലെ ചുറ്റുപാടുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിഞ്ഞിട്ട് പ്രശ്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലേ. ചുറ്റുപാടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് പ്രശ്നത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതുപോലെ ഗവേഷകന് പഠന പ്രശ്നം തിരിച്ചറിഞ്ഞിട്ട് പ്രശ്നം നിർവഹിച്ചിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്ന ഘട്ടം. ഇനി രണ്ടാമത്തെ ഘട്ടം നോക്കാം. രണ്ടാമത്തെ ഘട്ടമാണ് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ അല്ലേ. അതായത് വിഷയം നിർവചിച്ചു കഴിഞ്ഞാൽ ഗവേഷകൻ എന്ത് ചെയ്യണം, വിഷയത്തെക്കുറിച്ചിട്ട് സമഗ്രമായിട്ടുള്ള ഒരു സാഹിത്യ അവലോകനം നടത്തണം അല്ലേ. അതായത് ഓരോ വിഷയത്തിലെയും ആധികാരികമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ, പുസ്തകങ്ങൾ, പത്രമാസികകളിലെ ലേഖനങ്ങൾ, അതുപോലെ തന്നെ സെമിനാറുകളിലും കോൺഫറൻസുകളിലും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ള പ്രബന്ധങ്ങൾ തുടങ്ങിയ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ലാത്ത അന്വേഷണ റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ രേഖകൾ എന്നിവയും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് മുഖാന്തരം ലഭ്യമാകുന്ന അറിവുകളും പ്രശ്നത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് എന്ത് ചെയ്യണം, ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതെന്താണ്, ഒരു സൈദ്ധാന്തിക ചട്ടക്കൂട് രൂപീകരിക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലേ. ഈ എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ എന്ന് പറയുന്നത് ഒരു സൈദ്ധാന്തിക ചട്ടക്കൂട് രൂപീകരിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇതര വ്യക്തികളും സംഘടനകളുമായിട്ടുള്ള സമ്പർക്കങ്ങളിലൂടെ പുതിയ അറിവുകൾ നേടുന്നുണ്ട്. അതുപോലെ തന്നെ ഗവേഷകന് മുമ്പ് അറിയുന്നവരുമായിട്ട് പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ അറിയാത്തതും പരീക്ഷിക്കാത്തതും അന്വേഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ. ഇനി മൂന്നാമത്തേത് നോക്കാം. മൂന്നാമത്തെ ഘട്ടമാണ് ഡെവലപ്പിംഗ് ദ റിസർച്ച് ഹൈപ്പോത്തസിസ് അല്ലേ. അതായത് ഗവേഷണ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെടുത്തുന്ന സാങ്കല്പിക സിദ്ധാന്തങ്ങളെയാണ് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ പരികൽപ്പന എന്ന് പറയുന്നത്. 2 മാർക്കിന് ചോദ്യം ചോദിക്കാം, ഹൈപ്പോത്തസിസ് എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണ്, ഗവേഷണ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെടുത്തുന്ന സാങ്കല്പിക സിദ്ധാന്തങ്ങളെയാണ് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ പരികൽപ്പന എന്ന് പറയുന്നത്. ഗവേഷകന്റെ അനുമാനങ്ങളാണിവ അല്ലേ. ഗവേഷകന്റെ അനുമാനങ്ങളാണെന്ത്, ഹൈപ്പോത്തസിസ്. അതായത് ഗവേഷണ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവയുടെ ഏകദേശം ഉത്തരം എന്ന നിലയിൽ ഗവേഷകൻ രൂപപ്പെടുത്തുന്ന അനുമാനങ്ങളാണെന്ത്, ഹൈപ്പോത്തസിസ്. അതുപോലെ രണ്ടോ അതിലധികമോ വസ്തുതകൾ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദനമാണെന്ത്, ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ അല്ലേ. ഒരു ഹൈപ്പോത്തസിൽ ഉള്ളതാണ് എന്ത്, രണ്ടോ അതിലധികമോ വസ്തുതകൾ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ള പ്രതിപാദനമാണ് ഒരു ഹൈപ്പോത്തസിസിൽ ഉള്ളത്. അതായത് ഗവേഷണത്തിൽ ഏതൊക്കെ വസ്തുതകൾ തമ്മിലുള്ള ബന്ധങ്ങൾ പരിശോധിക്കണം എന്ന മാർഗനിർദ്ദേശം നൽകലാണ് ഒരു സാങ്കല്പിക സിദ്ധാന്തം
ചെയ്യണത്. അതുപോലെ തന്നെ താൽക്കാലികമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഉത്തരങ്ങളെയോ അല്ലെങ്കിൽ പ്രസ്താവനകളെയോ ഒക്കെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് അല്ലേ. താൽക്കാലികമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഉത്തരങ്ങളെയോ അല്ലെങ്കിൽ പ്രസ്താവനകളെയോ ഒക്കെയാണ് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ പരികൽപ്പന എന്ന് പറയുന്നത്. ഈ ഒരു സാങ്കല്പിക സിദ്ധാന്തം തെളിയിക്കുക എന്നതാണ് ഗവേഷണത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ ഗവേഷണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു സാങ്കല്പിക സിദ്ധാന്തം എന്ത് ചെയ്യുക, തെളിയിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഹൈപ്പോത്തസിസ് ഒരിക്കലും എന്തല്ല, അംഗീകൃത വസ്തുവല്ല അല്ലേ. ഹൈപ്പോത്തസിസ് ഒരിക്കലും ഒരു അംഗീകൃത വസ്തുവല്ല, പകരം എന്താണ്, അതിൻ്റെ ആധികാരികത പരിശോധന വിധേയമായിട്ടുള്ള ഒന്നാണ് അല്ലേ. അതിൻ്റെ ആധികാരികത പരിശോധന വിധേയമായിട്ടുള്ള ഒന്നാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഘട്ടം നോക്കാം. നാലാമത്തെ ഘട്ടമാണ് പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈൻ അല്ലേ. അതിലെന്താ പറയണത്, ഒരു ഗവേഷണ പ്രവർത്തനത്തിൻ്റെ സുഗമമായിട്ടുള്ള മുന്നേറ്റത്തിന് വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖ ആവശ്യമാണ് അല്ലേ. ഒരു ഗവേഷണത്തിൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം, അതിനൊരു രൂപരേഖ ആവശ്യമാണ്. അതായത് ഗവേഷണം ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, അതുപോലെ ഏതെല്ലാം രീതിയിൽ വിവരശേഖരണം നടത്തണം, എവിടെ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കണം, ഏതു രീതിയിൽ അവ വിശകലനം ചെയ്യണം എന്നിങ്ങനെയൊക്കെ ഗവേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മുൻകൂട്ടി നിർണ്ണയിക്കും പ്രക്രിയകളാണ്. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ പരിശ്രമം, സമയം, ചെലവ് എന്നിവ അർത്ഥവത്തായിട്ടുള്ള ചെലവുകളൊക്കെ ശേഖരിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുകയാണ് ഗവേഷണ രൂപകൽപ്പനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്, ഏറ്റവും കുറഞ്ഞിട്ടുള്ള പരിശ്രമം, സമയം, അതുപോലെ തന്നെ ചെലവ് എന്നിവ അർത്ഥവത്തായിട്ടുള്ള ചെലവുകൾ ശേഖരിക്കപ്പെടുന്നു എന്ന ഉറപ്പാക്കുക എന്നുള്ളതാണ് എന്ത്, ഗവേഷണ രൂപകൽപ്പനയുടെ പ്രധാന ലക്ഷ്യം അല്ലേ. അതായത് ഗവേഷണം നടത്തുന്നതിനുള്ള തന്ത്രവും പദ്ധതിയും ഒക്കെ ചട്ടക്കൂടുമാണ് അല്ലേ. ഗവേഷണം നടത്തുന്നതിനുള്ള തന്ത്രവും പദ്ധതിയും ചട്ടക്കൂടുമാണ് ഈ ഒരു റിസർച്ച് ഡിസൈനിങ് എന്ന് പറയുന്നത്. അതുപോലെ ഡാറ്റ ശേഖരണം, വിശകലനം, മൂല്യനിർണ്ണയം എന്നിവക്കുള്ള പൊതു ചട്ടക്കൂട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വിശദീകരിക്കുന്നുണ്ട് അല്ലേ. ഡാറ്റ ശേഖരണം, വിശകലനം, മൂല്യനിർണ്ണയം എന്നിവക്കുള്ള പൊതു ചട്ടക്കൂട് ഇത് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാധ്യതയുള്ള ഗവേഷണ ചോദ്യങ്ങളോട് വസ്തുനിഷ്ഠമായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രതികരിക്കാൻ ഇത് ഗവേഷകനെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈൻ. ഇനി അഞ്ചാമത്തെ ഘട്ടമാണ് ഡിറ്റർമൈനിങ് ദ റിസർച്ച് ഡിസൈൻ അല്ലേ. എന്താ അതിൽ പറയണത്, അതായത് ഏതെങ്കിലും ഒരു ഡാറ്റ ശേഖരിക്കുന്നതിന് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഒരു നിശ്ചിത ജനസംഖ്യയിൽ നിന്ന് ഒരു സാമ്പിൾ ലഭിക്കുന്നതിനുള്ള മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതിയാണ് സാമ്പിൾ ഡിസൈൻ. അപ്പോൾ എന്താണ് സാമ്പിൾ ഡിസൈൻ, ഏതെങ്കിലും ഒരു ഡാറ്റ ശേഖരിക്കുന്നതിന് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഒരു നിശ്ചിത ജനസംഖ്യയിൽ നിന്ന് ഒരു സാമ്പിൾ ലഭിക്കുന്നതിനുള്ള മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു പദ്ധതി, അതിനെയാണ് സാമ്പിൾ എന്ന് പറയുക അല്ലേ. അതായത് പിന്നെ ഒരുപാടുള്ളതിൽ നിന്ന് ഒന്നെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്, അതാണ് എന്ത്, സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് സെൻസസ് അന്വേഷണങ്ങളിൽ സമയവും പണവും കൂടുതലായിട്ട് ആവശ്യമാണ് അല്ലേ. സെൻസസ് എന്ന് പറയുന്ന ആ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ അതിനെന്താണ്, സമയവും പണവും കൂടുതലായിട്ട് ആവശ്യമുള്ള കാര്യമാണ്. അതിനാൽ പല കേസുകളിലും ഇത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അതായത് സെൻസസ് രീതിയിൽ എല്ലാവരെയും നേരിൽ കണ്ട് അവരുടേതായിട്ടുള്ള വീക്ഷണങ്ങളും മനോഭാവങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുകയും വിശകലനം ചെയ്യുകയുമാണ് ചെയ്യുന്നത് അല്ലേ. സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ വ്യക്തികളുടെയും അടുത്ത് ചെന്നിട്ടാണ് അവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് എല്ലായ്പ്പോഴും എന്തായിരിക്കണം എന്നില്ല, അത് നല്ല രീതിയിൽ നടന്നുകൊള്ളണമെന്നില്ല. ഇപ്പോൾ ഒരു ഗവേഷകൻ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് ആ വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ മാത്രമുള്ളൂ എന്ത് ചെയ്യുക, അത് നടത്താൻ പറ്റുക അല്ലേ. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ പ്രായോഗിക സമയലാഭം എന്നിവ കണക്കിലെടുത്തുകൊണ്ട് വിവരശേഖരണമാണ് നടത്താറ് അല്ലേ. ഇത്തരം യൂണിറ്റുകൾക്ക് സാമ്പിൾ എന്നാണ് പറയുക അല്ലേ. ഇത്തരം യൂണിറ്റുകളെയാണ് എന്ത് വിളിക്കുന്നത്, സാമ്പിൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ രണ്ട് തരത്തിലുള്ള സാമ്പിൾ ഡിസൈനുകളുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചത് തന്നെയാണ്. ഏതൊക്കെയാണ്, പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും അല്ലേ. രണ്ട് തരത്തിലുള്ള സാമ്പിൾ ഡിസൈനിങ് ഏതൊക്കെയാണ്, പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും. അതായത് ഒരു പ്രോബബിലിറ്റി സാമ്പിളിൻ്റെ ഓരോ ഘടകത്തിനും സാമ്പിളിൽ ഉൾപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലേ. ഒരു പ്രോബബിലിറ്റി സാമ്പിളിൻ്റെ ഓരോ ഘടകത്തിനും സാമ്പിൾ ഉൾപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിൽ ഈ പ്രോബബിലിറ്റി കണക്കാക്കാൻ ഗവേഷകരെ അനുവദിക്കുന്നില്ല. അതാണ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്ത ഘട്ടം നോക്കാം. ഇനി ആറാമത്തെ ഘട്ടമാണ് കളക്ടിങ് ദ റിസർച്ച് ഡാറ്റ അല്ലേ. എന്താ അതിൽ പറയണത്, അതായത് സാമൂഹ്യ ഗവേഷണങ്ങളുടെ പൂർത്തീകരണത്തിന് ശാസ്ത്രീയമായിട്ടുള്ള വിവരശേഖരണവും ശേഖരിച്ച വിവരങ്ങളുടെ അപഗ്രഥനവും ആവശ്യമാണ് അല്ലേ. സാമൂഹ്യ ഗവേഷണങ്ങളുടെ പൂർത്തീകരണത്തിന് ശാസ്ത്രീയമായിട്ടുള്ള വിവരശേഖരണവും വേണം, അതുപോലെ തന്നെ ശേഖരിച്ച വിവരങ്ങളുടെ ഒരു അപഗ്രഥനവും ആവശ്യമായിട്ടുള്ള ഘടകമാണ്. അതായത് ഗവേഷണം വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നതിന് ശരിയായിട്ടുള്ള വസ്തുതകളിൽ നിന്നുകൊണ്ടാണ് വിവരങ്ങൾ ശേഖരിക്കേണ്ടത് അല്ലേ. എന്താണ് പറഞ്ഞത്, ഗവേഷണം വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള സ്രോതസ്സുകൾ
സ്രോതസ്സുകൾ അല്ലേ, അതായത് ശരിയായിട്ടുള്ള ഒരു സ്രോതസ്സുകളിൽ നിന്ന് തന്നെയാണ് വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ശേഖരിക്കേണ്ടത്. അതുപോലെ വിവരശേഖരണത്തിന് വിവിധ രീതികളുണ്ട്. വിവരം ശേഖരിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള രീതികളുണ്ട്. അവയിൽ ഓരോന്നിനും ഗവേഷകൻ ലഭ്യമായിട്ടുള്ള ചെലവ്, സമയം, മറ്റു വിഭവങ്ങൾ എന്നിവയിൽ കാര്യമായിട്ട് വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഒക്കെ എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും നടക്കുക. അതായത് ഒരു പരീക്ഷണത്തിലൂടെയോ സർവേയിലൂടെയോ പ്രാഥമിക വിവരശേഖരണം നടത്താം അല്ലേ. ഒരു പരീക്ഷണത്തിലൂടെ നടത്താം, അതുപോലെ തന്നെ സർവേയിലൂടെ എന്ത് ചെയ്യുക, പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണം നടത്താൻ കഴിയും. അതുപോലെ സർവേയിലൂടെ വിവരശേഖരണം നടത്തുമ്പോൾ ഒന്നോ അതിലധികമോ എന്താ പറയുക ടെക്നിക്കുകൾ ഡാറ്റ ശേഖരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ലേ. സർവേയിലൂടെ നടത്തുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ടെക്നിക്കുകളുണ്ട്. അത് ഏതൊക്കെയാണ്, ഒന്ന് ഒബ്സർവേഷൻ, അതുപോലെ ത്രോ പേഴ്സണൽ ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ ത്രോ ടെലിഫോണിക് ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ മെയിൽഡ് ക്വസ്റ്റ്യനെയർ, അതുപോലെ ത്രോ ഷെഡ്യൂൾ, അതുപോലെ തന്നെ ത്രോ കേസ് സ്റ്റഡി. ഇതൊക്കെയാണ് ആ ടെക്നിക്കുകൾ. അതുപോലെ ഈ ഘട്ടത്തിന് ഗവേഷകൻ്റെ പ്രതീക്ഷിച്ച രീതിയിൽ ഡാറ്റ ശേഖരിക്കാം അല്ലേ. ഈ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യുക, ഗവേഷകൻ എങ്ങനെയാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഡാറ്റ ശേഖരിക്കാൻ പറ്റും. അതുപോലെ പ്രൈമറി ഡാറ്റയിലൂടെയും സെക്കൻഡറി ഡാറ്റയിലൂടെയും ഗവേഷകന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് അല്ലേ. പ്രൈമറി ഡാറ്റയിലൂടെയും അതുപോലെ തന്നെ സെക്കൻഡറി ഡാറ്റയിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഗവേഷകന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതുപോലെ ഡാറ്റ ശേഖരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഗവേഷണ ഉപകരണങ്ങൾ നൽകുന്നതിന് ഗവേഷകൻ ഫീൽഡ് സന്ദർശിക്കേണ്ടതിനാൽ ഈ പ്രക്രിയയെ എന്ത് വിളിക്കുന്നുണ്ട്, ഫീൽഡ് വർക്ക് എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഫീൽഡ് വർക്കൊക്കെ ഇതിൻ്റെ മുമ്പ് പഠിച്ചതാണ്. ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അന്വേഷിച്ച് വിവരങ്ങൾ കണ്ടെത്തുക അല്ലേ. അപ്പോൾ ഡാറ്റ ശേഖരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഗവേഷണ ഉപകരണങ്ങൾ നൽകുന്നതിൻ്റെ ഗവേഷകൻ ഫീൽഡ് സന്ദർശിക്കേണ്ടതിനാൽ തന്നെ ഈ ഒരു പ്രക്രിയ എന്ത് വിളിക്കുന്നുണ്ട്, ഫീൽഡ് വർക്ക് എന്നും വിളിക്കുന്നുണ്ട്. ഏഴാമത്തെ ഒരു ഘട്ടമാണ് എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊജക്റ്റ് അല്ലേ. അതായത് ഗവേഷണ പ്രക്രിയയിലെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഈ എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പദ്ധതിയുടെ നടത്തിപ്പ് പറയുന്നത്. അതായത് പ്രൊജക്റ്റ് ശരിയായിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ ലഭിക്കുന്ന വിവരങ്ങളും മതിയായതും വിശ്വസനീയവുമായിരിക്കും അല്ലേ. അപ്പോൾ പ്രൊജക്റ്റ് നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ലഭിക്കുന്ന വിവരങ്ങളും എന്താവും, മതിയായതും വിശ്വസനീയവുമായത് ആയിരിക്കും. അതാണ് എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഘട്ടത്തിൽ പറയുന്നത്. ഇനി എട്ടാമത്തെ ഒരു ഘട്ടമാണ് അനലൈസിസ് ഓഫ് ഡാറ്റ അല്ലേ. എന്താണ് അതിൽ പറയണത്, അതായത് വിവിധ മാർഗങ്ങളിലൂടെ ശേഖരിച്ച വിവരങ്ങളുടെ അപഗ്രഥനം ശ്രദ്ധാപൂർവം നിർവഹിക്കേണ്ട ഒരു പ്രവൃത്തിയാണ് അല്ലേ. എല്ലായിടത്തുനിന്നും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, പിന്നെ അതെന്ത് ചെയ്യണം, ശ്രദ്ധാപൂർവം നിർവഹിക്കണം. വിവര വിശകലനത്തിന് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ടാബുലേഷന്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ് എന്നീ നടപടിക്രമങ്ങൾ ആവശ്യമാണ് അല്ലേ. വിവരശേഖരണത്തിന് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ടാബുലേഷന്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ്, ഈ നടപടിക്രമങ്ങൾ എന്താണ്, ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ശേഖരിച്ച വിവരങ്ങളെ പല ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ അല്ലേ. ശേഖരിച്ച വിവരങ്ങളെ എന്ത് ചെയ്യുക, പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കുക. അതിനെ പറയുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. താരതമ്യ പഠനത്തിന് ഇത്തരം ഒരു വർഗീകരണം ആവശ്യമാണ്. അപ്പോൾ താരതമ്യം ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ വർഗീകരണത്തിന് ശേഷം വസ്തുതകളെ പല കോളങ്ങളിലും വരികളിലുമായിട്ട് അവതരിപ്പിക്കുകയാണ് ടാബുലേഷനിൽ ചെയ്യുന്നത്. അപ്പോൾ ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വർഗീകരണത്തിന് ശേഷം വസ്തുതകളെ പല കോളങ്ങളിലും വരികളിലുമായിട്ട് അവതരിപ്പിക്കുന്നതാണ് ടാബുലേഷനിൽ ചെയ്യുന്നത്. അതായത് സമാന സ്വഭാവങ്ങളുള്ള വസ്തുതകളെ ഓരോ കോളങ്ങളിൽ ഉൾക്കൊള്ളിക്കുകയും ഇത്തരം കോളങ്ങളിൽ താരതമ്യ പഠനത്തിന് യോജിച്ച രീതിയിൽ എന്ത് ചെയ്യുക, അടുത്തടുത്തായിട്ട് ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ന്യൂമറിക്കൽ ഡാറ്റയുടെ ശേഖരണം, അവതരണം, വിശകലനം, നിയമങ്ങളിലെത്തൽ എന്നീ പ്രക്രിയകളൊക്കെ ചേർന്നതാണ് എന്ത്, സ്റ്റാറ്റിസ്റ്റിക്കൽ രീതി എന്ന് പറയുന്നത്. അതുപോലെ ശേഖരിച്ചതും എഡിറ്റ് ചെയ്തതും ക്രോഡ് ചെയ്തതും അതുപോലെ തന്നെ പട്ടികപ്പെടുത്തിയതുമായിട്ടുള്ള ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനമാണ്. അപ്പോൾ ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനം എന്ന് പറയുന്നത് ശേഖരിച്ചതും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്തതും ക്രോഡ് ചെയ്തതും അതുപോലെ തന്നെ പട്ടികപ്പെടുത്തിയതും ഒക്കെ ആയിരിക്കും. അതുപോലെ ഗവേഷണ സാഹചര്യങ്ങൾക്ക് ഗവേഷണ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിനായിട്ട് ഡാറ്റയെ തരംതിരിക്കുകയും അതുപോലെ തന്നെ ക്രമീകരിക്കുകയും മാറ്റുകയും സമഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വിവരവിശകലനം. അപ്പോൾ വിവരവിശകലനം എന്താണ്, ഗവേഷണ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിനായിട്ട് ഡാറ്റയെ തരംതിരിക്കുകയും അതുപോലെ തന്നെ അത് ക്രമീകരിക്കുകയും മാറ്റുകയും സംഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വിവര വിശകലനം അല്ലെങ്കിൽ അനലൈസിസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അതുപോലെ ഗവേഷണ പ്രശ്നത്തിൻ്റെ ബന്ധങ്ങൾ അന്വേഷിക്കാനും അതുപോലെ പരിശോധിക്കാനുമാകുന്ന തരത്തിൽ ഡാറ്റ കൂടുതൽ മനസ്സിലാവുന്നതും അതുപോലെ തന്നെ വ്യാഖ്യാനിക്കുന്നതുമാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. ഗവേഷണ പ്രശ്നത്തിൻ്റെ ബന്ധങ്ങൾ അന്വേഷിക്കാനും അതുപോലെ അത് പരിശോധിക്കാനും ഉതകുന്ന തരത്തിൽ ഡാറ്റ കൂടുതൽ മനസ്സിലാക്കാവുന്നതും വ്യാഖ്യാനിക്കാവുന്നതുമാക്കുക എന്നതാണ് ഈ ഒരു അനലൈസിസ് ഓഫ് ഡാറ്റ എന്നതിൻ്റെ ലക്ഷ്യം.
10ാമത്താണ് ജനറലൈസേഷൻ ആൻഡ് ഇൻ്റർപ്രട്ടേഷൻ അല്ലേ. അതായത് നിഗമനങ്ങളിൽ എത്തിച്ചു വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു ഗവേഷണ പ്രവർത്തനം അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്തു കൈവരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതായത് നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവേഷണങ്ങളെ മുന്നോട്ട് നയിച്ചിട്ടുള്ള തത്വങ്ങളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നൽകുവാൻ ഗവേഷകന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഗവേഷണ പ്രശ്നങ്ങളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തപ്പെടുന്ന ഒരു പ്രക്രിയയാണ് എന്ത് ഇൻ്റർപ്രട്ടേഷൻ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻ്റർപ്രട്ടേഷൻ ഫലപ്രദമാണെങ്കിൽ വിവര വിശകലനത്തിന് ആവശ്യമായതും അതുപോലെ തന്നെ ആധികാരികവുമായിട്ടുള്ള വസ്തുതകൾ ശേഖരിക്കണം. എന്നിട്ട് ശേഖരിച്ച വിവരങ്ങൾ വർഗീകരിച്ചിട്ട് എന്ത് ചെയ്യണം, താരതമ്യ പഠനങ്ങൾ നടത്തുകയും അത് തമ്മിലുള്ള ബന്ധങ്ങൾ വിശദീകരിക്കുകയും വേണം അല്ലേ. ഇൻ്റർപ്രട്ടേഷനിൽ ഫലപ്രദമാണെങ്കിൽ വിശകലനത്തിന് ആവശ്യമായതും അതുപോലെ തന്നെ ആധികാരികവുമായിട്ടുള്ള വസ്തുതകൾ ശേഖരിക്കണം. ശേഖരിച്ച വിവരങ്ങൾ വർഗീകരിച്ച് താരതമ്യ പഠനങ്ങൾ നടത്തുകയും അതുപോലെ അത് തമ്മിലുള്ള ബന്ധങ്ങളെ വിശദീകരിക്കുകയും വേണം. അതുപോലെ നിഗമനങ്ങളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ സാമാന്യവൽക്കരണം നടത്തുവാൻ കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു ഗവേഷണ പ്രവർത്തനം എന്ത് ചെയ്യുക ഫലപ്രാപ്തിയിൽ എത്തുകയുള്ളൂ അല്ലേ. അതായത് യഥാർത്ഥത്തിൽ ഗവേഷണത്തിൻ്റെ യഥാർത്ഥ മൂല്യം ചില സാമാന്യവൽക്കരണങ്ങളിൽ നിന്ന് എത്തിച്ചേരാനുള്ള കഴിവിലാണ് അല്ലേ. അതായത് യഥാർത്ഥത്തിൽ എന്താണ് ഗവേഷണത്തിൻ്റെ യഥാർത്ഥ മൂല്യം ചില സാമാന്യവൽക്കരണങ്ങളിൽ എത്തിച്ചേരാനുള്ള കഴിവിലാണ്. അതുപോലെ ഗവേഷകന് ഒരു ഹൈപ്പോത്തസിസ് ഇല്ലെങ്കിൽ ഒരു തിയറി ഉപയോഗിച്ച് എന്ത് ചെയ്യുക അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ വിശദീകരിക്കാം. അതിനെയാണ് വ്യാഖ്യാനം എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഇൻ്റർപ്രട്ടേഷൻ അല്ലേ, വ്യാഖ്യാനം എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇനി 11ാമത്തെ ഘട്ടമാണ്, അതെന്താണെന്ന് നോക്കാം. 11ാമത്തെ ഒരു ഘട്ടമാണ് പ്രിപ്പയറിംഗ് ഓഫ് ദ റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ഓഫ് ദ റിസൾട്ട്. അപ്പോൾ എന്താണ് നോക്കാം. അതായത് ഗവേഷകന് തൻ്റെ കണ്ടെത്തലുകൾ സംഗ്രഹിച്ച് ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യണം, എഴുതണം അല്ലേ. അതായത് ഗവേഷണ പ്രക്രിയയിലെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് പറയുന്നത്. ഗവേഷണ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള കണ്ടെത്തലുകൾ എന്തൊക്കെ എന്നൊക്കെയാണ് ഈ ഒരു വിശദീകരണം കൊടുക്കലാണെന്ത് റിപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഗവേഷണ പ്രക്രിയയിലെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടമാണ് റിപ്പോർട്ട് തയ്യാറാക്കൽ. ഗവേഷണ ഫലമായിട്ടുണ്ടായ കണ്ടെത്തലുകൾ എന്തൊക്കെ എന്നുള്ള ഒരു വിശദീകരണമാണ് റിപ്പോർട്ടിൽ ഉണ്ടാകുക. അതായത് ഗവേഷണ വിഷയത്തിൻ്റെ സ്വഭാവം അനുസരിച്ചും ഗവേഷണ ലക്ഷ്യങ്ങൾ അനുസരിച്ചിട്ടും റിപ്പോർട്ടുകളുടെ അവതരണ രീതിയും വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ഒരു മാതൃകയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് അല്ലേ. അതായത് ടൈറ്റിൽ പേജ് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് എന്ത് വേണം, അതിനൊരു മാതൃക ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഗവേഷകൻ പഠനത്തിൻ്റെ കണ്ടെത്തലുകളിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. ഗവേഷണം നടത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ അവ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന രീതി അതുപോലെ തന്നെ അന്വേഷണ കണ്ടെത്തലുകൾ നിഗമനങ്ങൾ എന്നിവയെക്കുറിച്ചിട്ടൊക്കെ വായനക്കാരെ അറിയിക്കുകയാണ് ഈ ഒരു റിപ്പോർട്ടിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതാണ് 11ാമത്തെ ഘട്ടം. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് റിസർച്ച് അല്ലേ. റിസർച്ചിന് കുറച്ച് തരങ്ങളുണ്ട്. അതിൽ ഒന്നാണ് പ്യുവർ റിസർച്ച്, രണ്ടാമത്തേത് അപ്ലൈഡ് റിസർച്ച്, മൂന്നാമത്തേത് ആക്ഷൻ റിസർച്ച്. ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് പ്യുവർ റിസർച്ച് അല്ലെങ്കിൽ ശുദ്ധ ഗവേഷണം അല്ലേ. അതായത് ഒരു വിഷയത്തിലുള്ള അറിവും ധാരണയും വികസിപ്പിക്കുന്നതിനായിട്ട് നടത്തുന്ന ഗവേഷണമാണെന്ത് പ്യുവർ റിസർച്ച് അല്ലേ. ഒരു വിഷയത്തിലുള്ള അറിവും ധാരണയും എന്ത് ചെയ്യുക വികസിപ്പിക്കുക, അതിനുവേണ്ടി നടത്തുന്ന ഗവേഷണമാണ് പ്യുവർ റിസർച്ച് അല്ലെങ്കിൽ ശുദ്ധ ഗവേഷണം എന്ന് പറയുന്നത്. ഈ ഒരു പ്യുവർ റിസർച്ചിനെ ബേസിക് റിസർച്ച് അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റിസർച്ച് എന്നും വിളിക്കുന്നുണ്ട് അല്ലേ. അതായത് ഒരു വിഷയത്തെക്കുറിച്ചിട്ട് വിശാലമായിട്ട് പഠിച്ച് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം അല്ലേ. ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് വിശാലമായിട്ട് പഠിക്കുക എന്നിട്ട് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്യുവർ റിസർച്ചിൻ്റെ ഉദ്ദേശം. മറിച്ച് ഒരു പ്രശ്നത്തെ പരിഹരിക്കണം എന്ന ഉദ്ദേശം ഈ ഒരു പ്യുവർ റിസർച്ചിന് ഇല്ല. അതുപോലെ തന്നെ സാമൂഹ്യശാസ്ത്രത്തിൽ പ്യുവർ റിസർച്ച് എന്നാൽ ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കാനോ അല്ലെങ്കിൽ പ്രായോഗിക പരിഹാരങ്ങൾ കണ്ടെത്താനോ ശ്രമിക്കാതെ സാമൂഹിക പ്രതിഭാസങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക കൂടുതൽ അറിയാൻ പഠിക്കുക എന്ന അർത്ഥമാണ് ഉള്ളത് അല്ലേ. സാമൂഹ്യശാസ്ത്രത്തിൽ പ്യുവർ റിസർച്ച് എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കാനോ അല്ലെങ്കിൽ പ്രായോഗിക പരിഹാരങ്ങൾ കണ്ടെത്താനോ ശ്രമിക്കാതെ സാമൂഹ്യ പ്രതിഭാസങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ പഠിക്കുക എന്ന അർത്ഥമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഉദാഹരണത്തിന് ഒരു പ്രത്യേക സമൂഹം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സോഷ്യോളജിസ്റ്റ് ശ്രമിക്കുന്നത്. അതായത് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരിക്കലും ആ സമൂഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല, മറിച്ചിട്ടോ ആ ഒരു സമൂഹത്തെ മനസ്സിലാക്കി എടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹം അവിടുത്തെ സമൂഹത്തെക്കുറിച്ചൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്യുവർ റിസർച്ചിൻ്റെ ഉദ്ദേശം. അല്ലാതെ അവിടുത്തെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം പ്യുവർ റിസർച്ചിന് ഇല്ല. അതുപോലെ തന്നെ പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അറിവ് വികസിപ്പിക്കുകയും പുതിയ ആശയങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരത്തിലുള്ള ഗവേഷണത്തിൻ്റെ ഉദ്ദേശം അല്ലേ. പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, അറിവ് വികസിപ്പിക്കുകയും പുതിയ ആശയങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു ഗവേഷണത്തിൻ്റെ ഉദ്ദേശം തന്നെ. ഇനി രണ്ടാമത്തെ റിസർച്ച് നോക്കാം.
രണ്ടാമത്തെ റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച് അല്ലെങ്കിൽ പ്രായോഗിക ഗവേഷണം അല്ലേ. അതായത് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ വെല്ലുവിളികളെക്കുറിച്ചിട്ടോ വിശാലമായിട്ടുള്ള പഠിച്ചിട്ട് സിദ്ധാന്തങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് അപ്ലൈഡ് റിസർച്ച് അല്ലേ. അതായത് ആ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, സമൂഹം നേരിടുന്ന വെല്ലുവിളികളെയും അതുപോലെ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നു എന്നതാണ് അപ്ലൈഡ് റിസർച്ച് അല്ലേ. സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ വെല്ലുവിളികളെക്കുറിച്ചോ വിശാലമായിട്ട് പഠിച്ചിട്ട് സിദ്ധാന്തങ്ങൾ നിർമ്മിക്കുന്നുണ്ട് അപ്ലൈഡ് റിസർച്ച്. എന്നിട്ട് ആ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമൂഹം നേരിടുന്ന വെല്ലുവിളികളെയോ പ്രശ്നങ്ങളെയോ പരിഹരിക്കുക എന്നതാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം അല്ലേ. അതുപോലെ തന്നെ അപ്ലൈഡ് റിസർച്ചിലൂടെ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അധികാരികൾക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള നയങ്ങൾ നടപ്പിലാക്കാനും തീരുമാനങ്ങൾ എടുക്കാനും അതിലൂടെ എന്ത് ചെയ്യുക, സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനും സാധിക്കും അല്ലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവശത അനുഭവിക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ചിട്ട് അപ്ലൈഡ് റിസർച്ച് നടത്തുകയാണെങ്കിൽ ഈ ഗവേഷണത്തിൻ്റെ കണ്ടെത്തലുകൾ ഉപയോഗിച്ചുകൊണ്ട് അധികാരികൾക്ക് എന്ത് ചെയ്യുക, അവശത അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും അല്ലേ. അതാണ് ഇതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഉദാഹരണം പറയുന്നത്. അതുപോലെ ഇത്തരത്തിലുള്ള ഒരു ഗവേഷണം നടത്തുമ്പോൾ ഗവേഷകന്റെ പ്രധാന ഉദ്ദേശം അവശത അനുഭവിക്കുന്ന സമൂഹത്തിന്റെ ആരോഗ്യക്ഷേമം മെച്ചപ്പെടുത്തുക എന്നതായിരിക്കും അല്ലേ. അപ്പോൾ അവിടുത്തെ ആളുകളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരിക്കും ഗവേഷകന്റെ ഉദ്ദേശം. മൂന്നാമത്തെ റിസർച്ചാണ് ആക്ഷൻ റിസർച്ച് അല്ലേ, പ്രവർത്തന ഗവേഷണം. അതായത് പ്രത്യേക സാഹചര്യത്തിൽ അവിടെയുള്ള പ്രവർത്തനങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങളെ അവിടെയുള്ള ആളുകളെ തന്നെ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുക. അതാണ് ആക്ഷൻ റിസർച്ച് അല്ലേ. പ്രത്യേക സാഹചര്യത്തിൽ അവിടെയുള്ള ഒരു പ്രവർത്തനങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങളെ അവിടെയുള്ള ആളുകളെ തന്നെ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് പഠിക്കുക, എന്നിട്ട് അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ആക്ഷൻ റിസർച്ച്. അതായത് ഏത് സാഹചര്യത്തിലാണ് പ്രശ്നങ്ങൾ നേരിടുന്നത് ആ സാഹചര്യത്തിലുള്ള മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തത്തോടെയാണ് എന്ത് നടക്കുന്നത്, ആക്ഷൻ റിസർച്ച് നടക്കുന്നത് അല്ലേ. അതായത് ആക്ഷൻ റിസർച്ചിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്, കൂട്ടമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരും പൊതുവായിട്ട് നേരിടുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു സ്കൂളിലെ കുട്ടികൾ എന്ത് ചെയ്യുക, തമ്മിൽ ഉപദ്രവിക്കുന്നതിൻ്റെ പ്രവണത കൂടി വരുന്നതായി ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ കുട്ടികളിൽ ഈ സ്വഭാവത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകരും അഡ്മിനിസ്ട്രേറ്റർമാരും ഒക്കെ കുട്ടികളെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്ത് ചെയ്യുക, അധ്യാപകരും കുട്ടികളും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർമാരും ഒക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു മൂല കാരണത്തെ തിരിച്ചറിയുക അല്ലേ. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, പരിഹാരം കാണുക. അപ്പോൾ ഇങ്ങനെ ചെയ്യൂല എന്നുള്ളത് എന്ത് ചെയ്യണം, ഈ പിന്നെ ഉപദ്രവിക്കുന്ന കുട്ടികളും തീരുമാനിക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നിച്ച് ചെയ്യുന്ന ഒരു റിസർച്ചാണ് എന്ത്, ആക്ഷൻ റിസർച്ച് അല്ലേ. അതിന് പരിഹാരം കാണുന്ന ഒരു റിസർച്ചാണ് ആക്ഷൻ റിസർച്ച്. ഈ ഒരു ഉദാഹരണത്തിൽ ആക്ഷൻ റിസർച്ചിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, കുട്ടികളിൽ ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അല്ലേ. ഇതിന് വേണ്ടിയിട്ട് അധ്യാപകരും വിദ്യാർത്ഥികളും അധികാരികളും എല്ലാവരും ചേർന്ന് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നത്. അതാണ് ആക്ഷൻ റിസർച്ച്. ഇനി ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് തിയറി ആൻഡ് റിസർച്ച് റിലേഷൻഷിപ്പ്. നമുക്ക് നോക്കാം. അതായത് പരസ്പര ബന്ധിതമായിട്ടുള്ള ഒരു കൂട്ടം ആശയങ്ങളെ സാമൂഹിക സിദ്ധാന്തം എന്ന് വിളിക്കുന്നത് അല്ലേ. പരസ്പര ബന്ധിതമായിട്ടുള്ള ഒരു കൂട്ടം ആശയങ്ങളെയാണ് സാമൂഹ്യ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. ഇതെന്താണ്, ഒരു സാമൂഹ്യ ലോകത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ സംഘടിപ്പിക്കുകയും സംഗ്രഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് സാമൂഹ്യ ലോകത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ സംഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെർക്കിം, മാക്സ്, അതുപോലെ തന്നെ സീറൈറ്റ് മിൽസ്, അതുപോലെ തന്നെ ഫെർഡിനാൻഡ് ടോണീസ്, അതുപോലെ തന്നെ വെബർ തുടങ്ങിയ സൈദ്ധാന്തിക ചിന്തകന്മാരാണ് പല ക്രിയാത്മക ആശയങ്ങളും ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയ തലമുറകൾക്ക് അടിത്തറ പാകിയിട്ടുള്ള വിശാലമായിട്ടുള്ള തിയറികൾ നിർദ്ദേശിക്കുന്നതിലൂടെ നമുക്ക് ചുറ്റുമുള്ള സാമൂഹ്യ ലോകത്തെ എങ്ങനെ കാണുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു എന്നതിലാണ് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിലവിലെ പ്രധാന സൈദ്ധാന്തികരായിട്ടുള്ള ജെഫ്രി അലക്സാണ്ടർ, അതുപോലെ തന്നെ പിയറി ബോർഡ്യൂ, ജെയിംസ് കോൾമാൻ, അതുപോലെ മൈക്കൽ ഫാക്കൽറ്റ്, അതുപോലെ തന്നെ ആൻ്റണി ഗിഡൻസ്, അതുപോലെ തന്നെ എർവിക് ഗോഫ്മാൻ അല്ലേ. ഇവരൊക്കെ ധാരാളം പുതിയ ആശയങ്ങളും അതുപോലെ തന്നെ തിയറികളും ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്, ജെഫ്രി അലക്സാണ്ടർ, പിയറി ബോർഡ്യൂ, ജെയിംസ് കോൾമാൻ, മൈക്കൽ ഫാക്കൽറ്റ്, ആൻ്റണി ഗിഡൻസ്, എർവിക് ഗോഫ്മാൻ. അതുപോലെ ക്വാളിറ്റേറ്റീവ് അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ, ഈ ഒരു രണ്ട് അപ്രോച്ചും തിയറിയുടെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥം എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂമാൻ സാമൂഹിക ഗവേഷണ രീതി എന്നതിൻ്റെ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അല്ലേ. ന്യൂമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സാമൂഹ്യ ഗവേഷണ രീതികൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിനും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചും തിയറിയുടെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥം അല്ലേ അതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്താ പറയുന്നത്, ഒന്ന് രണ്ടോ അതിലധികമോ വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന ബന്ധിപ്പിച്ചിട്ടുള്ള പൊതുവായ അവകാശവാദങ്ങളുടെ ഒരു കൂട്ടമാണെന്ത്, തിയറി.
അതുപോലെ തന്നെ ഒരു തിയറി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാമൂഹ്യ പ്രതിഭാസത്തിൻ്റെ വിശദീകരണം തിരിച്ചറിയുന്ന കാര്യകാരണ പ്രസക്തമായിട്ടുള്ള ഘടകങ്ങളുടെയോ അല്ലെങ്കിൽ വ്യത്യാസങ്ങളുടെയോ സംയോജനമാണ്. മൂന്നാമത്തത് ഒരു തിയറി എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രതിഭാസത്തിൻ്റെ യഥാർത്ഥ അർത്ഥം വ്യക്തമാക്കുന്നതിന് ഒരു വ്യാഖ്യാനം നൽകുകയും അതുപോലെ തന്നെ ഇത് എങ്ങനെ എന്താ പറയുക എന്തിനെക്കുറിച്ചാണെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു തിയറി എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രതിഭാസത്തിൻ്റെ യഥാർത്ഥ അർത്ഥം വ്യക്തമാക്കുന്നതിന് ഒരു വ്യാഖ്യാനം നൽകുകയും ഇത് എന്താ പറയുക എന്തിനെക്കുറിച്ചിട്ടാണ് എന്നുള്ളത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ നാലാമതായിട്ട് പറയുന്നത് അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ ചിന്തകൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് എന്ത് തിയറി എന്ന് പറയണത്. അതുപോലെ തന്നെ അഞ്ചാമത് പറയുന്നത് ലോകത്തിലെ സംഭവങ്ങളെ മൊത്തത്തിൽ കാണുന്നതിനും അതുപോലെ തന്നെ വ്യാഖ്യാനിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള ഒരു ഉപാധിയാണ് തിയറി അല്ലെങ്കിൽ സിദ്ധാന്തം. അതുപോലെ ആറാമത് പറയുന്നത് തിയറി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ധാർമ്മിക വീക്ഷണ വിമർശനമാണ്. അത് എതിരാളികളുടെ നിലപാടുകളുടെയോ അല്ലെങ്കിൽ വാദങ്ങളുടെയോ പരിശോധിക്കുന്ന ഒരു കൂട്ടം വിശ്വാസ മൂല്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രദാനം ചെയ്യുന്നുണ്ട്. ഏഴാമത് പറയുന്നത് തിയറി എന്ന് പറയുന്നത് സാമൂഹ്യ ലോകത്തെക്കുറിച്ചുള്ള നമ്മൾ എങ്ങനെ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളെയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെയോ ഒക്കെ കുറിച്ചിട്ടുള്ള ദാർശനിക പ്രതിഫലനമാണ് അല്ലേ. തിയറി എന്ന് പറയുന്നത് സാമൂഹ്യ ലോകത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളെയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെയോ കുറിച്ചിട്ടുള്ള ദാർശനിക പ്രതിഫലനമാണ്. അതുപോലെ തന്നെ തിയറീസ് നിലവിലുള്ള ആശയങ്ങൾ മാറ്റുകയും പുതിയവ എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ എന്താണ് അപ്പം ഇനി സോഷ്യൽ റിസർച്ച് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് തിയറി ആയിരുന്നു. ഇനി നമുക്ക് സോഷ്യൽ റിസർച്ച് നോക്കാം. ചിന്തയെ ചിട്ടപ്പെടുത്താനും രൂപപ്പെടുത്താനും നമ്മുടെ ധാരണ വിപുലമാക്കാനും ഒക്കെയാണ് സോഷ്യൽ റിസർച്ച് ഉപയോഗിക്കുന്നത് അല്ലേ. ചിന്തയെ ചിട്ടപ്പെടുത്താനും അതുപോലെ തന്നെ രൂപപ്പെടുത്താനും നമ്മുടെ ധാരണ വിപുലമാക്കാനും ഒക്കെയാണ് സോഷ്യൽ റിസർച്ച് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മിക്ക ഗവേഷണ അന്വേഷണങ്ങളിലും ചില തിയറീസ് എന്ത് ചെയ്യുന്നുണ്ട് ഉൾപ്പെടുന്നുണ്ട് അല്ലേ. തമ്മിലുള്ള ഒരു ബന്ധമാണത്. മിക്ക ഗവേഷണ അന്വേഷണങ്ങളിലും എന്തുണ്ട് ചില തിയറീസ് ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ഒരു പഠനത്തിൽ തിയറി ഉപയോഗിക്കുന്നുണ്ടോ എന്നത് മാത്രമല്ല നമ്മൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ ഏത് തരത്തിൽ തിയറി ഉപയോഗിക്കുന്നു എന്നതൊക്കെയാണ് നോക്കുന്നത്. അതുപോലെ നമ്മുടെ പഠനങ്ങൾ ശക്തവും മികച്ച ഘടനയും ഒക്കെ ലഭിക്കണമെങ്കിൽ ഗവേഷണവും തിയറിയും എങ്ങനെ ഇടപഴകുന്നു എന്ന് എന്ത് ചെയ്യണം ആദ്യം മനസ്സിലാക്കണം അല്ലേ. അതുപോലെ ഒരു പഠനത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് കൂടുതൽ വ്യക്തമായിട്ട് ചിന്തിക്കാൻ തിയറി നമ്മെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവേഷണ പ്രക്രിയയുടെ ആവശ്യമായിട്ടുള്ള ഘടകമായിട്ട് സോഷ്യൽ തിയറിയെ കണക്കാക്കാം. അപ്പോൾ ഗവേഷണ പ്രക്രിയയുടെ ഒരു ആവശ്യ ഘടകമാണെന്ത് സോഷ്യൽ തിയറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിന്തകൾ വ്യക്തമാക്കുന്നതിനും നമ്മുടെ ധാരണ വികസിപ്പിക്കുന്നതിനും ആഴത്തിലാക്കുന്നതിനും ഒക്കെ കാലക്രമേണ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഒക്കെ എന്ത് വേണം തിയറി എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള ഘടകമാണ്. അതുപോലെ തന്നെ എല്ലാ വസ്തുതകളിലേക്കും തുറന്ന വിശ്വാസവും വിശദീകരണ സംവിധാനവുമാണ് എന്ത് സോഷ്യൽ തിയറീസ് അല്ലേ. അതായത് സോഷ്യൽ സയൻസ് തിയറീസ് തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നത് വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ് അത് നിരന്തരമായിട്ടുള്ള സംവാദത്തിനും അതുപോലെ തന്നെ പുനരവലോകനത്തിനൊക്കെ അതുപോലെ മാറ്റത്തിനൊക്കെ വിധേയമായിട്ടുള്ള ഒന്നാണ് സോഷ്യൽ സയൻസ് തിയറി. അതായത് ഒരു തിയറിയെ പിന്തുണക്കുന്നതിനോ അല്ലെങ്കിൽ വിപുലീകരിക്കുന്നതിനോ ഒക്കെ അല്ലെങ്കിൽ നിരസിക്കുന്നതിനോ അല്ലെങ്കിൽ പരിഷ്കരിക്കുന്നതിനോ ഒക്കെ പഠനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതായത് ഒരു തിയറിയെ വിലയിരുത്താനാണ് എന്ത് ഉപയോഗിക്കുന്നത് തെളിവുകൾ ഉപയോഗിക്കുന്നത് അല്ലേ, അതിനെ പ്രതിരോധിക്കാനല്ല. അപ്പോൾ ഒരു തിയറിയെ വിലയിരുത്താനാണ് തെളിവുകൾ ഉപയോഗിക്കുന്നത്, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടല്ല. അതുപോലെ എന്തെങ്കിലും വിശദീകരിക്കുക എന്നതാണ് തിയറിയുടെ അടിസ്ഥാന ലക്ഷ്യം അല്ലേ. എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക വിശദീകരിക്കുക എന്നുള്ളതാണ് തിയറിയുടെ അടിസ്ഥാന ലക്ഷ്യം. എന്നിരുന്നാലും ഈ രണ്ട് തരത്തിലുള്ള വിശദീകരണങ്ങളെ കൊണ്ട് അവ എന്ത് ചെയ്യുന്നുണ്ട് സൈദ്ധാന്തികവും പ്രായോഗികവുമാണ് അല്ലേ. ഈ ഒരു തിയറീസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള വിശദീകരണങ്ങളുണ്ട്. അവ സൈദ്ധാന്തികവും പ്രായോഗികവുമാണ് അല്ലേ. തിയോററ്റിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ആണ്. അതുപോലെ തന്നെ സൈദ്ധാന്തിക വിശദീകരണം എന്തിനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുന്നത് ഒരു യുക്തിസഹമായിട്ടുള്ള വാദമാണ് അല്ലേ. സൈദ്ധാന്തിക വിശദീകരണം എന്തിനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുന്നത് എന്ന് ഒരു യുക്തിസഹമായിട്ടുള്ള വാദം കൂടിയാണ്. അതുപോലെ തന്നെ ഒരു നിയമത്തെയോ അല്ലെങ്കിൽ ഒരു തത്വത്തെയോ ഒക്കെ പരാമർശിച്ചും ആശയങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഒരു സൈദ്ധാന്തിക ഭാഗവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടും പഠനം നടത്തുന്നുണ്ട് അല്ലേ. അതുപോലെ ഒരു സാധാരണ വിശദീകരണം മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്ന തരത്തിലാണ് അല്ലേ. ഒരു വിശദീകരണം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിലായിരിക്കണം. അതുപോലെ തിയറീസ് വിശദീകരണങ്ങളാണ് അല്ലേ. തിയറീസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് വിശദീകരണങ്ങളാണ്. ഈ വിശദീകരണങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ആശയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നൽകുന്നുണ്ട് അല്ലേ. അതാണ് ഈ ഒരു തിയറിയും അതുപോലെ തന്നെ റിസർച്ചും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് റിസർച്ച് മെത്തഡോളജിയുടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാഠഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോസായിട്ട് എങ്ങനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.